ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ഹമ്മൂസൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുബൂസും കൂടി ഉണ്ടാക്കാമെന്ന് തോന്നും. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. കുറച്ചൊരു ടൈം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. കൈ തൊട്ടാൽ പൊള്ളാൻ പാടില്ല, ആ രീതിയിലൊരു വെള്ളമാണ് കേട്ടോ. ഇനി 1 ടീസ്പൂണ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മൈദ എടുത്തു വെക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പൊ നമ്മുടെ ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ എല്ലാം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട, പകുതി ഒഴിച്ചിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് മാവ് കുഴഞ്ഞു വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാക്കി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ എപ്പോഴും ചപ്പാത്തിനേക്കാളും ലൂസായിട്ടാണ് കുബൂസിനെ കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ചില മൈദക്ക് കുറച്ച് കൂടുതൽ വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യം വരും. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒട്ടിപ്പിടിക്കുന്ന ഒരു തന്നെ ഇത് വരിക. അപ്പോൾ കണ്ടില്ല, ഇതിങ്ങനെ വലിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു പോകും. ആ രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ബൗളിലിട്ടിട്ട് കുഴക്കണ്ട. ഇതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അവിടെ കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ട് അതിലേക്ക് മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ കുബൂസിന് നല്ല സോഫ്റ്റ് കിട്ടുള്ളൂ. ഏകദേശം ഒരു 6-7 മിനിറ്റോളം നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം. കുഴക്കും തോറും നമ്മൾ കുബൂസിന് നന്നായിട്ട് സോഫ്റ്റ് കിട്ടും. നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ പൊടി കംപ്ലീറ്റ് ഈ ഒരു മാവ് വലിച്ചെടുക്കണം. ആ രീതിയിൽ നമ്മൾ കുഴച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉരുട്ടിയിട്ട് എടുക്കാം. ഇനി ബൗളിൽ കുറച്ച് ഓയിൽ തടവിട്ട് അതിലേക്ക് മാവ് വെക്കാം. മാവ് 2 സൈഡും എണ്ണ ആവണ രീതിയിൽ ആക്കിയിട്ട് വെച്ചാൽ മതി. അപ്പൊ ഡ്രൈ ആവില്ല. എന്നിട്ട് ഇതിന്റെ മീതെ തുണി നനച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് ആയിട്ടൊന്ന് അടച്ചു വെക്കുകയും ചെയ്താൽ മതി. ക്ലിംഗ് റാപ്പ് ആണെങ്കിൽ നമുക്കിത് പൊങ്ങി വരുന്നൊക്കെ കാണാൻ കഴിയും. ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് ഞാനിവിടെ ഇപ്പോൾ കബോർഡിന്റെ ഉള്ളിലാണ് വെക്കുന്നത്, പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇതാ 1.5 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ ഇതുപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് മാവൊന്ന് കുഴച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തിയിട്ടെടുക്കാം. അപ്പം ആദ്യം ജസ്റ്റ് ഒന്ന് ഈ പൊടിയിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആദ്യം നന്നായിട്ട് കുഴച്ചിട്ടാണല്ലോ ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ഒരുപാടൊന്നും ഇട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം.
എന്നിട്ട് ഇതാ ഇതുപോലെ ഓരോരോ ഉരുളാക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഇതാ എല്ലാം ഉരുട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അളവില് 8 ഉരുളയാണ് കിട്ടിയിട്ടുള്ളത്. 8 കുബൂസ് ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇതിലും ചെറുതാണെങ്കിൽ കുബൂസ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 വരെ ഉണ്ടാക്കാനുണ്ടാവും. ഒരു 10 മിനിറ്റ് ഉരുട്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പരത്തിയിട്ട് എടുക്കുന്നത്. ഇനി എല്ലാം പരത്തിയതിനു ശേഷം നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ പരത്തിയതിനു ശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോന്നും ചുട്ടെടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ തന്നെ മതി. അങ്ങനെ അതാ ഓരോന്നും പരത്തിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു 5 പ്രാവശ്യത്തോളം തിരിച്ചും മറിച്ചിട്ടുണ്ട്. എല്ലാം ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ, വീഡിയോ ലോങ് ആയി പോകില്ല എന്ന് വിചാരിച്ചാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ തിരിച്ചും മറിച്ചിട്ടെങ്കിലാണ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പൊ കണ്ടില്ലേ, നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഓരോന്നിട്ടിട്ടും ചുട്ടെടുക്കുക. ഗോതമ്പ് പൊടി വെച്ചിട്ടും റവ വെച്ചിട്ടൊക്കെ ഇതുപോലെ കുബൂസ് ഉണ്ടാക്കിയിട്ട് എടുക്കുക. പക്ഷെ എന്തായാലും മൈദയിൽ ഉണ്ടാക്കുന്ന ആ ഒരു സോഫ്റ്റ് ഗോതമ്പായിട്ടും റവയിലും ചെയ്യുമ്പോൾ കിട്ടാറില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ കുബൂസാണ് ഈ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 കുബൂസ് ഈ ഒരു അളവിൽ നമ്മൾ എടുത്താൽ കിട്ടും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.